വാർത്താമഴയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നൊരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. തൃശൂർ പെരിങ്ങാവിൽ യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. 40 വയസ്സ് പ്രായം തോന്നിക്കുന്നയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ടൗൺ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് വിവരങ്ങൾ? സൂരജ്, ടി കെ, ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ഈ പെരിങ്ങാവ് സെന്ററിൽ നിന്ന് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഈ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പൂങ്കുന്നത്തിനും മുളങ്കുന്നത്തുകാവിനും ഇടയിലുള്ള റെയിൽവേ ലൈനിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളെയാണ് ഈ ട്രെയിൻ തട്ടിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ടൗൺ വെസ്റ്റ് പോലീസ് ഈ ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നടപടികളും അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏത് ട്രെയിനാണ് എന്ന് വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ മരിച്ച ആളെ കണ്ടെത്താനുള്ള ശ്രമം, തിരിച്ചറിയാനുള്ള ശ്രമമാണ് ഇപ്പോൾ ടൗൺ വെസ്റ്റ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ടി കെ, ശരി. സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തൃശൂരിൽ യുവാവ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. യുവാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ 4.5 വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കിഴക്കഞ്ചേരി സ്വദേശി ജോമോന്റെ മകൻ ഏബലാണ് മരിച്ചത്. സമീപത്തെ വെള്ളക്കെട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ കാൽ വഴുതി വീഴുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, സങ്കടകരമായ വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? അപകടം എങ്ങനെയാണ് ശ്രീജിത്ത്? എനിക്ക് നടുക്കുന്ന വാർത്തയാണ് പാലക്കാട് കിഴക്കഞ്ചേരിയിൽ നിന്ന് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു വെള്ളക്കെട്ട് മാത്രമായിരുന്നു. ചെറിയ ഈ മഴയിൽ വെള്ളം വന്ന് നിൽക്കുന്ന ഒരു പ്രദേശം. ആ പ്രദേശത്ത് പാടത്തിനൊക്കെ അരികെയുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ 2 പേർ, അതും സമപ്രായക്കാരായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു കുട്ടിക്ക് 5 വയസ്സും ഈ മരിച്ച ഏബലിന് 4.5 വയസ്സും. ഈ 2 കുട്ടികളും കളിച്ചുകൊണ്ട് മീൻ പിടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കുട്ടി കാൽ വഴുതി വെള്ളത്തിലേക്ക് അങ്ങനെ കരച്ചിൽ, മറ്റേ കുട്ടി കരഞ്ഞു. ആ സമയത്ത് കരച്ചിൽ കേട്ട നാട്ടുകാരാണ് ഈ ഒരു തെരച്ചിൽ നടത്തിയത്. പെട്ടെന്ന് തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഇരട്ടക്കുളത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 4:30 ഈ ഒരു സംഭവം നടക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ഉള്ളത് ഈ പറയുന്ന ഇരട്ടക്കുളത്തെ ആശുപത്രിയിലാണ്. ആലത്തൂർ മെഡിക്കൽ കോളേജ്, ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കോ അല്പസമയത്തിനകം മൃതദേഹം കൊണ്ടുവരും. ഈ ജോമോൻ, കിഴക്കഞ്ചേരി സ്വദേശി ജോമോന്റെ മകനാണ് മരിച്ച ഏബൽ. ശരി. വെള്ളക്കെട്ടിൽ വീണ് 4.5 വയസ്സുകാരന് ദാരുണാന്ത്യം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളി. കന്യാസ്ത്രീകളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൽ നാടകീയ രംഗങ്ങൾ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ കന്യാസ്ത്രീകളെ UDF MPമാർ കണ്ടു. ഇടതു പ്രതിനിധി സംഘത്തിന് സമയം വൈകിയെന്ന കാരണത്താൽ അനുമതി നിഷേധിച്ചു. BJP പ്രതിനിധി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒപ്പം ജയിലിലെത്തി കന്യാസ്ത്രീകളെയും സന്ദർശിച്ചു. വെള്ളിയാഴ്ച അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും ജയിലിൽ തുടരും. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് തീരുമാനം. കന്യാസ്ത്രീകളെ കാണാൻ അനുമതിയോടെ എത്തിയ AICC പ്രതിനിധി സംഘങ്ങൾ ജയിലിന് മുന്നിലെത്തിയതോടെ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഒടുവിൽ 2 മണിക്കൂർ കഴിഞ്ഞാണ് സംഘത്തിന് കന്യാസ്ത്രീകളെ ഒന്ന് കാണാൻ പോലുമായത്. കന്യാസ്ത്രീകളെ കാണാൻ അനുമതി നിഷേധിച്ചതോടെ ജയിൽ കവാടത്തിന് മുമ്പിൽ UDF MPമാരുടെ പ്രതിഷേധം. ഈ ബജറംഗദളിന്റെ ആളുകളാണ് സിസ്റ്റേഴ്സിന്റെ ബാഗ് പരിശോധിക്കുന്നത്, ഈ കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നത്. ആ കുട്ടികളുടെ കയ്യിൽ 2000 രൂപ കണ്ടപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് ഇവർ തന്നതാണോ എന്ന് ചോദിക്കുന്നു. അവരുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾ തന്നാണോ ചോദിക്കുന്നു. അങ്ങനെ അടിസ്ഥാനരഹിതമായ ചില ആക്ഷേപങ്ങളുണ്ട്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ അടക്കം ഇടപെട്ടതോടെ കന്യാസ്ത്രീകളെ കാണാൻ 2 മണിയോടെ അനുമതി നൽകി. സിസ്റ്റർ പ്രീതിയുടെ സഹോദരൻ ബൈജുവിന്റെ പ്രതികരണം വൈകാരികമായിരുന്നു. പിന്നാലെയാണ് ഇടത് പ്രതിനിധി സംഘം ജയിൽ വളപ്പിലെത്തിയത്. സമയം വൈകിയെന്ന കാരണത്താൽ സന്ദർശനാനുമതി നൽകില്ലെന്ന് ജയിൽ സൂപ്രണ്ട്. പിന്നാലെ വാക്കുതർക്കം. എല്ലാ MPമാരുടെ പേരും ഞാൻ പിന്നെ സംസാരിക്കുക. എല്ലാ MPമാരുടെ പേരും കൊടുത്തുകൊണ്ട് ഇവിടെ കൊടുത്താണ്. ആളുകൾ വരുമ്പോൾ ഞാൻ അനുവദിക്കാമെന്ന് ഇദ്ദേഹം പറഞ്ഞതാണ്. ഫോണിൽ മെയിൽ അയച്ചതാണ്. ബൈ മെയിൽ ഓൾസോ വി ഹാവ് സെൻഡ്, ബൈ ഹാൻഡ് ഓൾസോ വി ഹാവ് ഗിവൺ. വരുമ്പോൾ ഞാൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞത്. സമയത്തിന്റെ പരിമിതി ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ നാളെ രാവിലെ 9 മണിക്ക് അനുമതി നൽകാമെന്ന് അറിയിച്ചതോടെ ഇടത് സംഘം മടങ്ങി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഛത്തീസ്ഗഡിലെത്തിയ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയുമായും ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയുമായും കൂടിക്കാഴ്ച നടത്തി. ജയിലിലെത്തി കന്യാസ്ത്രീകളെയും അനൂപ് ആന്റണി കണ്ടു. കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും നാളെ പെൺകുട്ടികളെ സെഷൻസ് കോടതിയിലെത്തിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ദുർഗിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പരസ്യ പ്രതിഷേധവുമായി കത്തോലിക്ക സഭ. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ അറസ്റ്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തിയെങ്കിലും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. സംഘപരിവാറിന്റെ തനി സ്വഭാവത്തിന്റെ പ്രകടനമാണ് ആക്രമണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി.
CBCIയെ പേരെടുത്ത് പറയാതെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു പിന്നാലെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ് കത്തോലിക്ക സഭ. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഇവിടെ ഇല്ലാതാകുകയാണ്. ഒരു സിസ്റ്ററിന്റെ വേഷമെടുത്ത് യാത്ര ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരവസ്ഥ. കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി സമീപിക്കുമെന്ന് വിചാരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് ധൃതരാഷ്ട്രരുടെ മനോഭാവമാണ്. സ്നേഹത്തോടെയാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളില് തകർത്തു കളയുന്ന ചില ആലിംഗന വിശേഷണങ്ങളുണ്ട്. തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ വിവിധ ക്രൈസ്തവ സഭകൾ ഭാഗമാകും. അതേസമയം പ്രതിരോധത്തിലായ BJP സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡിലേക്ക് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അയച്ചെങ്കിലും കന്യാസ്ത്രീകളുടെ മോചനക്കാര്യത്തിൽ ഉറപ്പില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. മതപരിവർത്തനവും മനുഷ്യക്കടത്ത് നടന്നെന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വാദം BJP സംസ്ഥാന ഘടകം തള്ളി. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല. അറസ്റ്റിനെതിരെ LDFും UDFും ഇന്ന് പ്രതിഷേധവുമായി എത്തി. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സഭകളിൽ ചിലർ ഇതിനകം തന്നെ പല കാരണങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തി ഉൾപ്പെടെയാണ് പല കാരണങ്ങൾ കൊണ്ട് RSSനും BJPക്കും അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ച സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതൊക്കെ അവരെ യഥാർത്ഥത്തിൽ ഇന്നത്തെ പരിസ്ഥിതിയിൽ 1000 പ്രാവശ്യം ചിന്തിക്കേണ്ടതാണ്. 24 കൊച്ചി. തിരുവനന്തപുരത്ത് ഭിന്നശേഷി കുടുംബത്തിനെതിരായ കള്ളക്കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. പാലോട് റേഞ്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ SR ഷാനവാസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത തൊണ്ടി മുതൽ പ്രതികൾക്ക് കൈമാറിയതിനാണ് നടപടി. തിരുവനന്തപുരം DFOയുടേതാണ് നടപടി. 24 ഇമ്പാക്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതി അവിടെയുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഈ ഇരയാക്കപ്പെട്ട കുടുംബം ഉയർത്തിയതും നമ്മൾ കേട്ടതാണ്. അതിനിടയിലുള്ള ഈ നടപടി, അതിനെ എങ്ങനെ കാണണം പ്രതീഷ്? രജിത്ത, പാലോട് വനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളാനെത്തിയെന്ന് പറഞ്ഞായിരുന്നു ഭിന്നശേഷി കുടുംബത്തിനെതിരെ കേസെടുത്തത്. ഈ കേസിന്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് പ്രധാനമായും ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഈ പന്നി ഫാമിലെ 2 ജീവനക്കാരെയും 2 ഉടമകളെയും പ്രതി ചേർത്തായിരുന്നു നേരത്തെ ഫോറസ്റ്റ് കേസെടുത്തിരുന്നത്. പക്ഷേ ഈ കേസെടുത്ത അതേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ കസ്റ്റഡിയിലെടുത്ത വാഹനം ഈ പന്നി ഉടമകളുടെ ഫാമിൽ എത്തിക്കുകയും അവിടെ വച്ച ഈ പിടികൂടിയ മാലിന്യം അവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അതാണ് വലിയ കൃത്യവിലോപമായി നിലവിൽ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത്. ഇതിന്റെ കൂടി ഭാഗമായാണ് ഇതിൽ ഒരു വനം ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. പാലോട് റേഞ്ചിലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ SR ഷാനവാസിനാണ് നിലവിൽ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം DFOയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത വാഹനത്തിലെ ഭക്ഷണ മാലിന്യം പന്നി ഫാമിൽ എത്തിച്ചത് ഇപ്പോൾ സസ്പെൻഷനിലായ ഈ ഉദ്യോഗസ്ഥനാണ്. ഇതിന്റെ പേരിലാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം വേണമെന്നതാണ് DFO ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത്. കാരണം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള വാഹനമാണ്. ഈ വാഹനം താഴെത്തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പന്നി ഫാമിൽ എത്തിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. കാരണം ഈ റേഞ്ച് ഓഫീസറുടെ അധീനതയിലുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു എന്നുള്ളൊരു ആക്ഷേപവും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ഈ കേസിൽ വിശദമായ കസ്റ്റഡിയിലെടുത്ത തൊണ്ടി മുതൽ പ്രതികൾക്ക് കൈമാറിയതിനാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടി വന്നിരിക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ധർമ്മസ്ഥലയിലെ നിഗൂഢതകളിലേക്ക് 24ന്റെ അന്വേഷണം. സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളി മൃതദേഹം കുഴിച്ചിട്ടെന്ന് വ്യക്തമാക്കിയ ആദ്യ സ്പോട്ടിലെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 3 അടി കുഴിച്ച ശേഷം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചായിരുന്നു പിന്നീടുള്ള പരിശോധന. ആദ്യ സ്പോട്ട് മൂടിയിട്ടുണ്ട്. 2ാം സ്പോട്ടിൽ നാളെ പരിശോധന നടക്കും.
ആദ്യ ദിവസത്തെ മണ്ണുമാറ്റിയുള്ള പരിശോധന ആരംഭിച്ചത് സ്പോട്ട് നമ്പർ 1-ൽ നിന്ന്. നേത്രാവതി സ്നാനഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശം കുഴിച്ചു പരിശോധിക്കാനായി SIT സംഘം രാവിലെ 11:30 എത്തി. പുത്തൂർ റവന്യൂ വകുപ്പ് AC, ഫോറൻസിക് വിദഗ്ധർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, കുഴിച്ചു പരിശോധിക്കാനുള്ള തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ വലിയൊരു സംഘമാണ് ആദ്യ സ്പോട്ടിലേക്ക് എത്തിയത്. 3 മണിക്കൂർ പരിശോധിച്ചെങ്കിലും കാര്യമായി ഒന്നും കണ്ടെത്താനായില്ല. പുഴയോട് ചേർന്ന ഭാഗമായതിനാൽ 3 അടി കുഴിച്ചപ്പോഴേക്കും വെള്ളം ഒഴുകാൻ തുടങ്ങി. ഇടവിട്ടുള്ള മഴയും പരിശോധനയെ സാരമായി ബാധിച്ചു. ഒടുവിൽ DIG MN അനുചേത് സ്ഥലത്തെത്തി. തുടർ പരിശോധനയ്ക്ക് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലും ഒന്നും കണ്ടെത്താനായില്ല. പോലീസ് നായയും സ്ഥലത്തെത്തിച്ചിരുന്നു. വൈകിട്ട് 6 മണിയോടെ ആദ്യ ദിവസത്തെ പരിശോധന അവസാനിപ്പിച്ചു. ഇന്നത്തെ പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്താനായില്ലെങ്കിലും സമാന രീതിയിൽ തന്നെ നാളെ 2ാം സ്പോട്ടിൽ പരിശോധന നടത്താനാണ് SITയുടെ തീരുമാനം. ഓരോ നീക്കവും ശുചീകരണ തൊഴിലാളിയെ കൂടി ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല. ഓപ്പറേഷൻ സിന്ദൂരിൽ പാർലമെന്റിൽ കൊമ്പുകോർത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും. അമേരിക്കൻ പ്രസിഡന്റ് നുണയനെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന് രാഹുൽ ചോദിച്ചു. വെടിനിർത്തലിനായി ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് മോദി മറുപടി പറഞ്ഞു. കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വേണ്ടി രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുകൂടി മോദി വിമർശനം ഉന്നയിച്ചു. ശശി തരൂരിന് അവസരം നൽകാത്തതിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ പരിഹസിച്ചു. ഈ സമ്മേളനം ഭീകരരുടെ ആസ്ഥാനം തകർത്തതിന്റെ ആഘോഷമെന്ന് പറഞ്ഞു തുടങ്ങിയ 100 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെയും കോൺഗ്രസിനെയും രൂക്ഷമായി ആക്രമിച്ചു. 22 മിനിറ്റിൽ ഏപ്രിൽ 22-ലെ ആക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകി. പാകിസ്ഥാനെ വിറപ്പിച്ചു. ആണവ ഭീഷണി പൊള്ളയെന്ന് തെളിയിച്ചു. പ്രഹരം താങ്ങാനാകാതെ വെടിനിർത്തലിന് പാകിസ്ഥാൻ അപേക്ഷിച്ചു. ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ലെന്നും പ്രധാനമന്ത്രി. भारत के ऑपरेशन रोकने के लिए नहीं कहा. ഓപ്പറേഷൻ സിന്ദൂറിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച കോൺഗ്രസിനെ മോദി കടന്നാക്രമിച്ചു. സർക്കാരിനേക്കാൾ കോൺഗ്രസിന് വിശ്വാസം പാകിസ്ഥാനെയെന്ന് പ്രധാനമന്ത്രി. ചർച്ചയിൽ പ്രധാനമന്ത്രിക്ക് ഇച്ഛാശക്തിയില്ലെന്നും സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയില്ലെന്നും വിമർശിച്ച രാഹുൽ ഗാന്ധി ഡൊണാൾഡ് ട്രംപ് നുണയനെന്ന് പറയാൻ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചു. अगर सचमुच में दम है तो आज शाम यहां प्रधानमंत्री को कह देना चाहिए डोनाल्ड ट्रंप is a liar. झूठ बोल रहा है डोनाल्ड ट्रंप. സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെട്ട ഡോക്ടർ ശശി തരൂർ MPക്കും മനീഷ് തിവാരി MPക്കും അവസരം നൽകാത്തതിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചു. ഇതിനോട് തരൂരിന്റെ പ്രതികരണം ഇങ്ങനെ. I'm not making any comment. Hey, you know that. Please talk to somebody who's willing to talk. There are lots of people who are very anxious to talk to the press. I'm not. Thanks. രാജ്യസഭയിൽ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള ചർച്ച തുടരുകയാണ്. 24 ഡൽഹി. ശ്രീമാൻ വാർത്താമഴയിലേക്ക് വീണ്ടും. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വാഹനാപകടത്തിൽ കാൽനട യാത്രക്കാരൻ മരിച്ചു. ആറ്റിങ്ങൽ സ്വദേശി വിജയനാണ് മരിച്ചത്. 3 മുക്കിന് സമീപം ആംബുലൻസ് ഇടിച്ചാണ് അപകടമുണ്ടായത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, വിവരങ്ങൾ. റിജിത്ത്, ഇന്ന് രാത്രി 7 മണിക്ക് ശേഷമാണ് ഈ അപകടം നടക്കുന്നത്. ആറ്റിങ്ങൽ 3 മുക്ക് ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കവെയാണ് ആംബുലൻസ് വന്ന് ഈ 55-കാരനായിട്ടുള്ള വിജയന്റെ ദേഹത്തേക്ക് ഇടിക്കുകയായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിജയൻ മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയെയും കൊണ്ടുപോവുകയായിരുന്നു ഈ ആംബുലൻസ്. അങ്ങനെ ഈ ആംബുലൻസ് ആണ് ആറ്റിങ്ങൽ വെച്ച് ഇയാൾ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് അത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് ഈ ഡ്രൈവർ പറയുന്നത്. പക്ഷേ ഈ ഡ്രൈവറെയും ഒപ്പം തന്നെ ആംബുലൻസും നിലവിൽ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ആംബുലൻസിനുള്ളിൽ ഒരു രോഗി ഉണ്ടായിരുന്നു. രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. ഈ രോഗിയെ മറ്റൊരു ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് കൊണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന നിലപാടിൽ ഉറച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. എക്സ്പോസ്റ്റ് പിൻവലിച്ചു എന്ന ആരോപണം കാന്തപുരത്തിന്റെ ഓഫീസ് തള്ളി. വധശിക്ഷ റദ്ദാക്കിയെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന ആശ്വാസ വാർത്ത ഇന്നലെ മലയാളികളെ അറിയിച്ചത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. വധശിക്ഷ റദ്ദാക്കിയെന്നും ഇനി തുടർ ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുമുള്ള ആശ്വാസ വാർത്തയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പങ്കുവച്ചത്. കാന്തപുരവുമായി ചേർന്നാണ് ഇപ്പോൾ ഇടപെടൽ നടക്കുന്നത് എന്ന്
ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും സുപ്രീംകോടതി അഭിഭാഷകനുമായ KR സുഭാഷ് ചന്ദ്രനും പറഞ്ഞു. ചർച്ചകൾ ഇനി പൂർണ്ണമായും നിമിഷയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ദിയാദനം നൽകിക്കൊണ്ട് നടത്തുന്നത്. അതേസമയം അക്കാര്യത്തിനകത്ത് പൂർണ്ണമായ മോചനമാണോ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ജയിൽ ടേം ചെലവിടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നില്ല. ചില വ്യക്തികൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ തെറ്റിദ്ധാരണാജനകമെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം വധശിക്ഷ റദ്ദാക്കിയെന്ന എക്സ്പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ ജാവാദ് മുസ്തഫാവിയും സ്ഥിരീകരിക്കുന്നുണ്ട്. 24 കോഴിക്കോട്. കാട്ടാനക്കലിയിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. ഇടുക്കി കോട്ടയം ജില്ലാതിർത്തിയിലെ മതമ്പയിലെ തോട്ടം തൊഴിലാളി പുരുഷോത്തമനാണ് കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഏറെ നാളായി കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. 5 മാസങ്ങൾക്ക് മുമ്പ് വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊലപ്പെടുത്തിയ പെരുവന്താനത്തിന് സമീപമുള്ള മതമ്പയിലാണ് ഒരു ജീവൻ കൂടി പൊലിഞ്ഞത്. കൊണ്ടോട്ടി എസ്റ്റേറ്റിൽ മകനൊപ്പം ടാപ്പിങ്ങിനെത്തിയതായിരുന്നു കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമൻ. വനത്തിൽ നിന്നിറങ്ങിയ കാട്ടാന തോട്ടത്തിലൂടെ പുരുഷോത്തമനെയും മകനെയും ഓടിച്ചു. കാൽ വഴുതി വീണ പുരുഷോത്തമനെ കാട്ടാന കൊന്നു. നാട്ടുകാർ ബഹളം വെച്ച് കാട്ടാനയെ തുരത്തിയെങ്കിലും ആശുപത്രിയിലെത്തിക്കും മുമ്പ് പുരുഷോത്തമൻ മരിച്ചു. ഒരാഴ്ചയിലേറെയായി സമീപ പ്രദേശങ്ങളിൽ കാട്ടാന പരത്തുന്ന ഭീതി ചെറുതല്ല. ഈ വിവരം എരുമേലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ പ്രദേശവാസികൾ അറിയിച്ചതുമാണ്. കാട്ടാന ആക്രമണങ്ങളിൽ നഷ്ടപരിഹാരം നൽകി സർക്കാർ കൈകഴുകുകയാണ് എന്ന് നാട്ടുകാർ ആരോപിച്ചു. പ്രദേശത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. അതിദാരുണമായ സംഭവത്തിൽ നമുക്കെല്ലാവർക്കും വേദനയുണ്ട്. വന്യജീവി സംഘർഷം കുറച്ചുകൊണ്ടുവരുന്നതിന്, അതിൻ്റെ ഫലമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അവസാനിപ്പിക്കുന്നതിന് കുറേ കൂടി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ പ്രയോഗിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പുരുഷോത്തമന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 തൊടുപുഴ. റോഡിലെ കുഴികളിൽ വീണുള്ള മരണങ്ങളിൽ കേരളം നമ്പർ 1 ആകരുതെന്ന് ഹൈക്കോടതി. റോഡുകളുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് വിമർശനം. ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ റോഡുകൾ പരിശോധിച്ച് കോടതിയിൽ ഓഡിറ്റ് റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. റോഡിലെ കുഴിയിൽ വീണൊരാൾ മരിച്ചാൽ അതിപ്പോൾ വാർത്തയല്ല. അപകട കുഴികൾ കാണാൻ എഞ്ചിനീയർമാർക്ക് പറ്റില്ലെങ്കിൽ അവരുടെ ആവശ്യമെന്തെന്നും കോടതി ചോദിച്ചു. രാജ്യാന്തര നിലവാരമുള്ള റോഡ് വേണമെന്നില്ല, മനുഷ്യനെ കൊല്ലാത്ത റോഡ് വേണം, അതുമാത്രമാണ് സാധാരണക്കാരുടെ ആവശ്യമെന്നും കോടതി പറഞ്ഞു. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലും കോടതി വടിയെടുത്തു. ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം രാജ്യത്തിന് മുതൽക്കൂട്ടാവേണ്ട എത്ര യുവാക്കളാണ് നിരത്തിൽ പൊലിഞ്ഞത്. ബസ്സുകളുടെ അമിതവേഗം റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പർ സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നടന്നില്ല. കോടതി ഉത്തരവുകൾ പാലിക്കാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ഫെഡറൽ ബാങ്കിന്റെ CSR വിഭാഗമായ ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ ക്യാൻസർ രോഗികൾക്കായി ധനസഹായം പ്രഖ്യാപിച്ചു. സഞ്ജീവനി പദ്ധതിയുടെ ഭാഗമായി കെയർ ഫൗണ്ടേഷന് കീഴിലുള്ള MVR ക്യാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രോഗികളുടെ ചികിത്സാ സഹായത്തിനായി 1 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് പ്രഖ്യാപിച്ചത്. ഫെഡറൽ ബാങ്ക് കോഴിക്കോട് സോണൽ മേധാവിയും സീനിയർ വൈസ് പ്രസിഡന്റുമായ സുധീഷ് A, കെയർ ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ NK മുഹമ്മദ് ബഷീറിന് ധാരണാപത്രം കൈമാറി. ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണത്തോടൊപ്പം സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്ന ഫെഡറൽ ബാങ്കിന്റെ CSR പദ്ധതിയാണ് സഞ്ജീവനി. വർഷമായിട്ട് ഫെഡറൽ ബാങ്ക് നടത്തിവരുന്ന CSR ആക്ടിവിറ്റിയാണ് ക്യാൻസർ റിലേറ്റഡ് അവയർനെസ്സും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇക്കണോമിക്കലി വീക്കൽ സെക്ഷൻ അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ ഉള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഈ വർഷമാണ് ആദ്യമായിട്ട് നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് ഒരു ഹോസ്പിറ്റലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ക്യാൻസർ കെയറിൻ്റെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് വരുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. ഇനി പോലീസ് ഡയറിയാണ്. പ്രേക്ഷകർക്കൊപ്പം സുഹൈൽ മുഹമ്മദ് എത്തും. നമസ്കാരം.